ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 5 അല്ല അതിനും കൂടുതൽ ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഇനിയൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് സവോള വേണം. സവോള നമുക്ക് എത്ര ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നീട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് അതുപോലെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഇട്ട് കൊടുത്തുന്നുള്ളൂ. പിന്നീട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് കളറും എരിവും കുറവുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയുടെ ഒക്കെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം എരിവിനനുസരിച്ചിട്ട്. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മുളകൊക്കെ കുറവെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം അപ്പസോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പസോഡയുടെ ഒന്നും അളവ് അധികം കൂടണ്ട, ഒരല്പം മാത്രം അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് രൂപത്തിൽ കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ മാവ് രൂപത്തിലാക്കാനായിട്ട് സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ലൂസായിട്ടും അതുപോലെ തന്നെ നല്ല കട്ടിയിലും റെഡിയാക്കിയിട്ട് എടുക്കരുത്. നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ മാവ് റെഡിയാക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിലൊക്കെ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസുകളായിട്ടും ഇതേ രീതിയിൽ എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈവച്ച് തന്നെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ഇത് നമ്മളിതുപോലെ ഇട്ട് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരല്പ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയത്തിൽ വേണം വെച്ചിട്ട് ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാതും ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസസും ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതേ ഇവിടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.